ഡിയർ എക്സ് എന്ന സീരീസിന്റെ ഫോർത്ത് പാർട്ടാണിത്. മാനിപ്പുലേഷനാണ് ഈ സീരീസിന്റെ മെയിൻ ആയിട്ടുള്ള തീം. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് പഠിക്കുക, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. വീണ്ടും പറയുന്നു, ഹീറോയിൻ ഇങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞ് മാനിപ്പുലേഷൻ ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. കാമായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ തന്നെ ചതിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ നല്ലൊരു സീരീസാണ്. അത് യൂട്ടിലൈസ് ചെയ്യുക. സോഷ്യൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറയുന്നത്. വളരെ അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഇത്. നമ്മളെ അധികം ബാധിക്കാനുള്ള ചാൻസും ഉണ്ട്. ആർക്കും ബുദ്ധിമുട്ട് തോന്നണ്ട, ഈ വീഡിയോയിലും കൂടെ ഇത് പറയത്തുള്ളൂ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആജനും യുൻജയും വരുന്ന സമയത്ത് ഒരാൾ ഹീറോ കണക്ക് വന്ന് കള്ളനെ പിടിച്ചായിരുന്നല്ലോ. ആളുടെ പേര് ചോയി ജങ് ഹോ എന്നാണ്. നമുക്ക് ബോസ് എന്ന് വിളിക്കാം. ഒരുപാട് പേരുടെ പേരുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ആള് ഭയങ്കര കഴിവുള്ള ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷെ കയ്യിലൊരു ഇഞ്ചുറി പറ്റിയതിനു ശേഷം അതിൽ നിന്ന് റിട്ടയർഡായി. ഇങ്ങനൊരു കാര്യമാണ് യുൻജ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത്. ഒരു കഫേയിലിരുന്ന് ബോസും ആജനും ഭയങ്കര ചിരിച്ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാറി ഇന്ന് യുൻജ ഇത് കാണുന്നുണ്ട്. അടുത്ത എരേനെ കിട്ടിയല്ലോ എന്നുള്ള രീതിക്കാണ് യുൻജ നോക്കിയിരിക്കുന്നത്. കുറച്ചേരം ആളുടെ അടുത്ത് സംസാരിച്ച് തിരിച്ച് യുൻജേന്റെ അടുത്ത് വന്ന്, ഞാൻ അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് പോവാണെന്ന് പറയുന്നു. ബോസിനൊരു കഫേ ഉണ്ട്, അവിടെയാണ് പോകുന്നത്. ആദ്യം ഇപ്പൊ ഉള്ള വീട്ടിൽ താമസിക്കുന്നത് സേഫ് അല്ലല്ലോ. അവളുടെ അച്ഛൻ സ്ഥലം കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അവനൊരു സ്ഥലത്തിന്റെ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് നീ ഇവിടെ നിന്നോളാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും അച്ഛനിപ്പോ തന്നെ കണ്ടുപിടിച്ചെങ്കിൽ പോലും അച്ഛൻ വരുമ്പോ പൈസ കൊടുക്കുവാണെങ്കിൽ അടിയെങ്കിലും കിട്ടാതിരിക്കുമല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്, ഞാൻ അവിടെ തന്നെ നിന്നോളാന്നാണ് അവള് പറയുന്നത്. ഇവളിങ്ങനെ വാശി പിടിച്ച് പറയുമ്പം യുൻജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആദ്യം ആ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് യുൻജയെ പഠിപ്പിക്കുന്നത്. അവൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ജനലിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹീറോയിനുള്ള കടയും അവളെയും കാണാൻ പറ്റും. അവൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് രണ്ട് പിള്ളേര്, കഫേയിൽ പുതിയ പെണ്ണ് വന്നടാ, ഭയങ്കര ഭംഗിയാണ്, എന്ത് രസമാണെന്നറിയോ, ഡേറ്റ് ചെയ്യാൻ വിളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇവര് മാത്രമല്ല, അവിടെ വരുന്ന ഓരോരുത്തരും അവളെ കാണാൻ വേണ്ടി മാത്രം വരുന്ന പോലെയാണ്. വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും. ഇപ്പൊ പോലും ഒരു ചെക്കൻ അവന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, ആളെ കാണാൻ തന്നെ കണ്ടും ബെറ്റർ ആണെന്ന് പറഞ്ഞ് അവരെ റിജക്ട് ചെയ്ത് അവള് വരുന്നുണ്ട്. അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് ഇവക്ക് വരുന്ന പ്രപ്പോസലിനെ കുറിച്ചും ഇവളെ കാണാൻ വരുന്ന ആൾക്കാരെ കുറിച്ചും തന്നെയാണ് പറയുന്നത്. അവിടെ വരുന്ന എല്ലാവരും അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. പോരാത്തതിന് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇവളാണ് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫോട്ടോസ് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് മാറ്റാന്ന് പറയുന്നു. കുഴപ്പമില്ല, നമ്മുടെ കഫേക്കും പബ്ലിസിറ്റി അല്ലേ എന്നാണ് അവള് പറയുന്നത്. ഇന്റർനെറ്റ് കഫേയിലിരുന്ന് ആജിന്റെ ഫോട്ടോ ഒരുത്തൻ ഭയങ്കരമായിട്ട് നോക്കുന്ന കാണിക്കുന്നുണ്ട്. ഒരുമാതിരി വായൊക്കെ പൊളന്നാണ് നോക്കുന്നത്. ആജിന്റെ അടുത്ത് ഒരു എന്റർടൈൻമെന്റ് കമ്പനീന്റെ CEO വന്നിട്ട് അവളോട് ആക്ട്രസ് ആവാൻ പറഞ്ഞായിരുന്നല്ലോ. ആ ലേഡി ഇവളുടെ ഫോട്ടോസ് കണ്ടിട്ട് ഇവളെ പിന്നെ ഒന്നുകൂടെ വിളിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇവിടെ കഫേയില് ഹീറോയിൻ അവിടുത്തെ കോവർക്കറിന്റെ അടുത്ത് എന്തുകൊണ്ടാണ് എപ്പോഴും ബോസ് ബേസ്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ബോസിന് ശരിക്കും നടന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയിട്ട് അത്ര നന്നായിട്ട് ബേസ്ബോൾ കളിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ കൂടെയുള്ള ആള് അറിഞ്ഞുകൊണ്ട് തന്നെ കയ്യിൽ ചവിട്ടി പല ഓപ്പറേഷനും ചെയ്യേണ്ട വന്നു. എന്നാൽ പോലും തിരിച്ച് കളിക്കാൻ പോകാൻ പറ്റിയില്ല. ബേസ്ബോളില് ഒരു ലെജൻഡ് ആയിട്ടിരുന്ന ആളാണ്. ഇതൊക്കെ അറിയുന്ന ആജിൻ, എനിക്കായിരുന്നു ഇങ്ങനെ നടന്നെങ്കിൽ ജന്മത്ത് ഞാൻ ബേസ്ബോളേ കാണത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് കോമഡി. പുള്ളിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ കാല് ചവിട്ടിയത്, ആളെ എപ്പോഴും ഫ്രണ്ടായിട്ട് കണ്ട് ആളെ ചിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബേസ്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കോവർക്കർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ ബോസ് ശരിക്കും എൻ്റെ ഫ്രണ്ട് സൂപ്പറടാന്ന് പറഞ്ഞ് അവിടെ പുള്ളീനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, അത്ര നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. ഹീറോയിൻ അത് വെച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ പുള്ളീനെ നോക്കിയിട്ട് ഗൂഢായിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്താണ് അങ്ങോട്ടേക്ക് വലിയൊരു ഏജൻസിന്റെ CEO വരുന്നത്. കോവർക്കറിന്റെ അടുത്ത് സംസാരിച്ചു പോകുമ്പം അതാരാണെന്ന് അവള് ചോദിക്കുന്നതിന് ഇന്ന കമ്പനീന്റെ CEO ആണ്, ബോസ് ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞത്, ഒരു നല്ല കംബാക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൾ അങ്ങനെ ബോസിനെ ഒന്ന് നോക്കുന്നുണ്ട്. അടുത്ത സീനില് ആജിൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. യുൻജേന്റെ അടുത്ത്, ബോസ് വളരെ നല്ല മനുഷ്യനാണ്, അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബെറ്റർ ആവുമെന്ന് തോന്നും, അത്ര നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെന്തോ പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ എന്തോ ഉള്ളത് കണക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ കഫേയില് ആദ്യം അന്വേഷിച്ചൊരു കോള് വരുന്നുണ്ട്. അവൾ ഇപ്പോഴും അവിടെ ഉണ്ടോ, എനിക്കൊന്ന് കാണണം, നമ്പർ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഇതേത് വെഗിട പിടിച്ചവനായി വിളിക്കുന്നതെന്നും പറഞ്ഞ് ബോസ് അകത്ത് ടെൻഷൻ ആവുമ്പം ഈ വിളിച്ച ആള് പുറത്ത് നിന്ന് അവരുടെ കഫയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആളെ നമുക്ക് സ്റ്റോക്കർ എന്ന് പറയാം. സ്റ്റോക്കർ പെട്ടെന്ന് കടേന്റെ അകത്തേക്ക് കയറി വരുമ്പം അവിടെ കോവർക്കർ ക്ലീൻ ചെയ്യുമായിരുന്നു.
അയ്യോ കടയടച്ചു, ഇപ്പൊ ഫുഡൊന്നുമില്ല, പുറത്തു പോകാൻ പറയുമ്പം അപ്പൊ പുറത്ത് ബോർഡ് ഉണ്ടല്ലോന്ന് ആ പുള്ളി കാണാൻ കുറച്ച് മാനസിക വൈകല്യമുള്ളതാണ് കാണുള്ളത്. പുള്ളിക്ക് ഹീറോയിനെ കാണണം പോലും. ഒരു വിധത്തിലാണ് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നത്. ഇവിടെ യുഞ്ച അവന്റെ അമ്മേനെ വിട്ട് അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇരുന്നുണ്ട്. അമ്മ കുറെ പറയുന്നുണ്ട് പോവല്ലേ, അവക്ക് വേണ്ടിയിട്ടല്ലേ നീ പോകുന്നത്, അവള് നമുക്ക് ആരും അല്ല എന്നൊക്കെ. അവരെ തൊടുന്നത് പോലും അവന് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എനിക്ക് അവളെ ടോർച്ചർ ചെയ്തതില് ഒരാള് മാത്രമാണെന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അമ്മ കാലി പിടിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അവിടുന്ന് പോകുന്നു. ചാവുന്നവരെ പറയുന്നുണ്ട്, മൈൻഡും കൂടെ ആക്കുന്നില്ല. അച്ഛന്റെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് മുത്തശ്ശന്റെ വീട്ടിൽ പോകുന്നുണ്ട്. നിനക്ക് അമ്മേന്റെ കൂടെ നിൽക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നിനക്ക് അവിടുന്ന് പുറത്തു വരാൻ ഞാൻ അനുവാദം തന്നത് എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് നഞ്ചിന്റെ കാശ് കിട്ടത്തില്ല എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് യൂഞ്ച്. ഇപ്പോഴെങ്കിലും നിനക്ക് ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അത് മാത്രം പറ്റത്തില്ലെന്ന് പറയുന്നു. അത് കേട്ടിട്ട് നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന് മുത്തശ്ശൻ. അത് കേൾക്കുമ്പോ അവനെ കുറിച്ച് ഹാപ്പി ആവുന്നുണ്ട്. ആദ്യം ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അവള് വരുന്ന ബസ്സിലും അവളെ ഫോളോ ചെയ്ത് ആ സ്റ്റോക്കറും വരുന്നുണ്ട്. ഫോളോ ചെയ്ത് ആരും ഇല്ലാത്തൊരു ഇടുങ്ങിയ വഴി എത്തുമ്പം അവളുടെ അടുത്തേക്ക് ഓടി പായുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഈ സീൻ കട്ട് ചെയ്ത് യുഞ്ചെ അവളെ അന്വേഷിച്ച് വരുന്നതാണ് കാണുന്നത്. അവളുടെ വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോള് വിളിച്ചോണ്ടാണ് വരുന്നത്, പക്ഷെ അവളെ എടുക്കുന്നില്ല. കുറച്ചങ്ങ് എത്തുമ്പം അവളുടെ ബാഗും ഫോണും താഴെ വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പേടിച്ചതെടുത്ത് നോക്കുമ്പം ഇപ്പുറത്തുനിന്ന് ആരോ തള്ളി വിടുന്നതിനെ കൂട്ടും വീഴുന്നതിനെ കൂട്ടും ഒക്കെ ഒരു ഒച്ച കേൾക്കുന്നു. പോയി നോക്കുമ്പം ഹീറോയിനാണ് ആ സ്റ്റോക്കർ അടിച്ചിട്ട് കല്ലുകൊണ്ട് തലയടിച്ച് പൊളിക്കാൻ നിൽക്കുന്നത്. ഓൾറെഡി അയാള് രക്തം വാർന്നാണ് ഉള്ളത്. ഹീറോയിനും തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ഉള്ളത്. യുഞ്ചനെ കണ്ടതും കല്ലവിടെ വെച്ച് അവൾ അവന്റെ അടുത്തേക്ക് വന്ന് സ്റ്റോക്കറിന്റെ തൊപ്പി എടുത്ത് നിനക്ക് എനിക്കിപ്പോ എന്ത് സംഭവിച്ചേനെന്ന് അറിയാവോന്നും പറഞ്ഞ് ഹീറോയുടെ അടുത്ത് ചൂടായി അവന്റെ അടുത്ത് ആ ബാഗും എടുത്ത് പോവാൻ നിൽക്കുമ്പം നീ ഓക്കെയാണോ, എന്തേലും പറ്റുമോന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കര കൺസേൺഡ് ആയിട്ട് നോക്കുന്നുണ്ട്. എത്ര ദൂരം വരെ നിനക്ക് എനിക്ക് വേണ്ടി പോവാൻ പറ്റും എന്ന് അജൻ ചോദിക്കുന്നതിന് കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് കൊല ഒഴികെ എന്ത് വേണേലും ചെയ്യുന്ന് ആ ഉത്തരം കേട്ടിട്ട് അവള് തീരെ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അവൾക്ക് അവളുടെ അച്ഛനെ കൊല്ലണം. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നീ കൊല്ലുമായിരിക്കുമല്ലേ എന്നും പറഞ്ഞ് ഒരുമാതിരി അവിടുന്ന് പോകുന്നുണ്ട്. അവന് ഒരുമാതിരി ഫീൽ ചെയ്താണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് സ്റ്റോക്കർ എന്നെ രക്ഷിക്കുകയെന്ന് പറയുന്നത്. ഇവിടെ നടന്ന കാര്യം ഒറ്റൊരാളുടെ അടുത്ത് നീ പറയത്തില്ലെങ്കിൽ മാത്രം ആംബുലൻസ് എങ്കിലും ഞാൻ വിളിക്കും. ഉറപ്പായിട്ട് ഞാൻ ആരുടെ അടുത്തും പറയൂല, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കുകയെന്ന് സ്റ്റോക്കർ. ശരിയെന്ന് പറഞ്ഞ് ഹീറോ ആംബുലൻസിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ അടിച്ച കല്ലെടുത്തുകൊണ്ട് പോയിട്ട് റിവറിലും കൊണ്ട് കളയുന്നു. എന്നിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത് നിൽക്കുവാണ്. ഇവിടെ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പം അവിടെ അവളുടെ അച്ഛൻ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ നിന്ന് കേൾക്കുമ്പം അച്ഛൻ ഒരാളുടെ അടുത്ത് ഫോണിൽ സംസാരിക്കുവാണ്. അവളെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പ്ലാൻ ചെയ്യുന്നത്. അവളെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്നും ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ആരാണോ അയാൾക്ക് തരും, എന്നിട്ടും തന്റെ കടം തീർന്നിട്ടില്ല എന്നാണെങ്കിൽ അവളുടെ ഓർഗൻസും കൂടെ എടുത്ത് വിറ്റോ എന്നൊക്കെയാണ് പറയുന്നത്. ക്യാമറയുടെ മുന്നിൽ നിർത്തിയാലും കുഴപ്പമില്ല, എന്ത് കാണിച്ചാലും കുഴപ്പമില്ലാന്ന്. അവള് തന്റെ പ്രോപ്പർട്ടി ആണെന്നും അച്ഛന് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്യാൻ പറ്റില്ലേന്നൊക്കെ. ഇയാളെ ഏത് ഗണത്തിൽ കൂട്ടണമെന്ന് പോലും മനസ്സിലാവാത്ത വിധം സംസാരിക്കുന്ന സമയത്ത് അജൻ ബേക്കിലൂടെ വരുന്നുണ്ട്. ശരിക്കും തള്ളിവിടാൻ ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയത്തില്ല. എന്നാലും അടുത്തെത്തുമ്പോൾ ആള് കണ്ട് അവിടെ അത്രയും ഉയരത്തില് റൂഫ് ടോപ്പിലാണ് അവള് താമസിക്കുന്നത്. അവിടുന്ന് കഴുത്ത് പിടിച്ച് ഞെരിച്ച് നീ എന്നെ തള്ളിവിടാന്നാണോ വിചാരിച്ചത്, അതിന് മാത്രം ഒന്നും മോളായിട്ടില്ല എന്ന് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിച്ച് കുറെ നേരം അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടാണ് താഴേക്ക് തള്ളിവിടുന്നത്. പിന്നെ രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവൾക്ക് മര്യാദയ്ക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാതെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ എണീറ്റിരുന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നു. എല്ലാം മടുത്ത് വെറുത്ത് പിന്നെ എല്ലാത്തിനും ചിരിക്കാൻ തുടങ്ങുന്ന ചിലരുണ്ട്. വളരെ ക്രീപ്പി ആയിരിക്കും. അച്ഛൻ താഴേക്ക് വരുമ്പം യുഞ്ചെ മേലേക്ക് വരുന്നുണ്ട്. അച്ഛൻ അവന്റെ അടുത്ത് വെറുതെ ആ പെണ്ണിന്റെ അടുത്ത് പോവാൻ നിൽക്കണ്ട, നിന്റെ ജീവിതം തൊലഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് അഡ്വൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. ആജന്റെ അടുത്തേക്ക് വരുന്ന യുഞ്ചെ കാണുന്നത് അവളുടെ കഴുത്തില് മുറിവുള്ളതാണ്. ആകെപ്പാടെ പതറി പോകുന്നുണ്ട്. അവള് ചോദിക്കുന്നത് അവളെ കുറച്ച് അടിക്കുമോന്നാണ്. കണ്ടാല് സ്റ്റോക്കർ ചെയ്താന്ന് തോന്നുന്ന വിധം. അവളുടെ കണ്ണ് നിറയുന്നതേ അവനെ കൊണ്ട് കാണാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെ അവനായിട്ട് അടിക്കുക? എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതിന് നീരെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെയാണല്ലോ കാണിക്കുന്നത് എന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഒരുപാട് കണ്ടിട്ടുണ്ട്, അതെനിക്ക് മുറിവും ട്രോമയുമാണ്. അവള് നേരെ എണീറ്റ് അവന്റെ മേത്ത് ചാരി നിനക്ക് ഹേർട്ട് ആയാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ആ ഹേർട്ട് ചെയ്ത പേഴ്സൺ ഞാൻ ആവാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. നിനക്ക് തന്നെ അറിയാം ഞാൻ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല നിന്നെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യാന്നും പറഞ്ഞ് അവനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നു. ആജിൻ, നീ എന്നെ പലപ്പോഴും പേടിപ്പെടുത്താറുണ്ട്. ചിലപ്പം സ്നേഹം കിട്ടാതെ വളർന്നുകൊണ്ടായിരിക്കാം. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അടുത്ത ദിവസം അവള് കഫേയിൽ വരുമ്പം കഴുത്തിലൊക്കെ ബാൻഡേഡ് ഇട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബോസ് ശ്രദ്ധിക്കുന്നുണ്ട്.
അടുത്ത് വരുമ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുന്നതിന് ഒന്നുമില്ല, ചെറുതായിട്ടൊരു ഇഞ്ചുറി പറ്റിയതാണെന്ന് അവള്. ബോസ് ശരിക്കും വളരെ അധികം നല്ലൊരു മനുഷ്യനാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാം, ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ കാണുന്നതിനെക്കാട്ടും ശരിക്കും സ്ട്രോങ് ആണ്. അടി ഉണ്ടാക്കി ഒന്നിലും പോലും തോറ്റിട്ടില്ല. അവള് ചിരിക്കുന്ന കണ്ടിട്ട് എന്തു പറ്റി, വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുന്നു. ഇല്ല ഇല്ല, നല്ല വിശ്വാസമുണ്ട്. ദാ നോക്ക്, നീയും കോവർക്കറും എനിക്ക് ഫാമിലി പോലെയാണ്. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും പറയണം. എന്ത് കാര്യം ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നിനക്ക് എന്നെ യൂസ് ചെയ്യാം. യൂസ് ചെയ്യാനോ? അതെ, എന്തിനു വേണേലും യൂസ് ചെയ്യാം. പാവം മനുഷ്യൻ ഈ വാക്ക് പറഞ്ഞില്ലേ തന്നെ എന്തൊക്കെ അനുഭവിക്കാനിരുന്നതാ. ഇനിയിപ്പോൾ എന്തൊക്കെ അനുഭവിക്കണമെന്തോ. ആ സമയത്ത് ഹീറോയിൻ പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ ബോസ് അല്ലേ, എങ്ങനെയാ ഞാൻ നിങ്ങളെ യൂസ് ചെയ്യാന്ന്. അതിനാണ് ബോസ് എന്ന് പറഞ്ഞ ഒരാളുള്ളത് എന്ന്. ബോസ് യൂഞ്ചിന്റെ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് കഴിയുക, നീയും അച്ഛനും മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് നീ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്നതിന് ഞാനും അച്ഛനും മാത്രമാണ്, പക്ഷെ അച്ഛൻ ഒരുപാട് ദൂരെയാണ്. അത് കഷ്ടമായിപ്പോയി. അച്ഛനെങ്കിലും നിന്റെ കൂടെ ഉണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ അതൊരു സമാധാനമായിരുന്നു. അവക്കല്ലേ അറിയൂ ഡാഡിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന്. ഇവിടെ യുഞ്ചെ ഹീറോയിന്റെ അച്ഛനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പുള്ളി എന്തോ ഒരു സ്ഥലത്ത് എന്തോന്ന് വെക്കുന്നു, മേ ബി ഹിഡൻ ഫ്യൂട്ടേജ് വല്ലതും ആയിരിക്കണം. എന്നിട്ട് അവിടുന്ന് പൈസ എടുക്കുമ്പം അത് വേറൊരാൾ എടുത്തോണ്ട് പോകുന്നുണ്ട്. അച്ഛൻ ഫോണില് ഈ ഹിഡൻ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടും അവളെ വല്ല സിനിമയിൽ അഭിനയിക്കാൻ നോക്കാം. അതിനിപ്പോ എന്താ കുഴപ്പം, അവൾക്ക് കുറച്ച് സ്ലീപ്പിംഗ് പിൽസും കൊടുത്ത് മയക്കി കൊണ്ടു തന്നാ പോരെ, കാര്യം കഴിഞ്ഞു എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് യുഞ്ചെ വീഡിയോ എടുക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അവിടെ നിന്ന് ഓടുന്നുണ്ട് യുഞ്ചെ പുറകെ പോകുന്നതിൻ്റെ ഇടയ്ക്ക്. പോലീസിനെയാണോ എന്തോ ഹിഡൻ ക്യാമറ വെച്ച ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ മയങ്ങി പോകുമ്പം അവൻ അവിടെ നിന്നൊരു കല്ലെടുത്ത് അയാളെ അടിച്ച് കൊല്ലാന്നുള്ള രീതിക്ക് ഓങ്ങുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. കണ്ണില് ദേഷ്യം വെറി ഒക്കെ കാണാൻ പറ്റുമെങ്കിലും അവനെ കൊണ്ട് ഒരാളെ കൊല്ലാനും മാത്രം പറ്റത്തില്ല. ഇവനിങ്ങനെ ഓങ്ങി നിൽക്കുന്നത് ഹീറോയിനെ കാണുന്നുണ്ട്. അവക്കും അറിയാം അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലാന്ന്. ഇവർ രണ്ടും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോലീസ് വന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആജിൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആജിനും യുഞ്ചയും സ്റ്റെപ്പ് സിബ്ലിങ്സ് ആണെന്നും, പക്ഷേ ഇവര് പാരൻസ് മാരേജ് വേണ്ടാന്ന് വെച്ചതിന് ശേഷം ഇപ്പം അങ്ങനെ അല്ലാന്നും, പക്ഷെ അവര് പിരിഞ്ഞതിന് ശേഷം ഇവരും പിരിഞ്ഞല്ലോ. അതിനുശേഷം യുഞ്ചെ അവളെ സ്റ്റോക്ക് ചെയ്യാണെന്ന്. അപ്പൊ ഇപ്പോഴത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആജിനെ യുഞ്ചെ സ്റ്റോക്ക് ചെയ്തു. മാത്രല്ല ആജിന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ നോക്കി, കൊല്ലാൻ നോക്കി. ഇതൊക്കെ ഡിറ്റക്റ്റീവ് ഇങ്ങോട്ട് പറയുന്ന കേട്ടിട്ട് ഇവൻ ജസ്റ്റ് അവളെ അവളുടെ പേര് മാത്രമാണ് വിളിക്കുന്നത്. അവിടെ ഡിറ്റക്റ്റീവ് അവളുടെ അടുത്ത് ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പം അവളുടെ കഴുത്തിൽ അച്ഛനുണ്ടാക്കിയ മുറിവുണ്ടല്ലോ, അത് കാണിച്ചിട്ട് അത് യുഞ്ചയാണ് ചെയ്തതെന്നും അവൻ വീട്ടിൽ ഒളിഞ്ഞിരുന്നാണ് ഇത് ചെയ്തത് എന്നും പറയുന്നുണ്ട്. അത് യുഞ്ചേനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ല അത് ചെയ്തത്, ആ ഇഞ്ചുറിക്ക് കാരണം ഇയാളാണ് അവളെ ഉപദ്രവിച്ചത്. അത് മാത്രമല്ല സീക്രട്ട് ആയിട്ട് ബാത്റൂമില് ക്യാമറ വെച്ച് അത് ഷൂട്ട് ചെയ്ത് വിൽക്കുക, പിന്നെ ഇല്ലീഗലായിട്ട് ഗാംബ്ലിങ് കളിക്കുക, ഇതൊക്കെ ഇയാളാണ് ചെയ്യുന്നത്. ഞാനാണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പം അതിനുള്ള പ്രൂഫും ഗ്യാദർ ചെയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നത് കാണിക്കുന്ന പറയുമ്പം ഇവൻ നോക്കുന്നുണ്ട് അവന്റെ ഫോൺ എവിടെയെന്ന്, പക്ഷെ പോക്കറ്റിലൊന്നും കാണുന്നില്ല. ഇതാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് എന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആജിന് ഇതൊരുമാതിരി കള്ളത്തരത്തിലാണ് നോക്കുന്നത്. കാരണം അവിടെ പാർക്കിൽ കിടന്ന അവന്റെ ഫോൺ എടുത്ത് ഡിറ്റക്റ്റീവിനെ കൊടുത്തതേ ആജിനാണ്. ഡിറ്റക്റ്റീവിന്റെ അടുത്തുനിന്ന് ഫോൺ മേടിച്ചതും ഇവൾ എന്തിനായിരിക്കും ഇത് പറയുന്നതെന്നുള്ള രീതിക്ക് അവളെ നോക്കിയിട്ട് ഇവനാണെങ്കിൽ ആ പ്രൂഫ് ഒട്ട് കൊടുക്കുന്നുമില്ല. അതോ കാണാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, ഡിറ്റക്റ്റീവ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള കണക്ക് മോളുടെ കാലിലൊക്കെ തട്ടിക്കൊടുത്ത് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവളെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ കാണണം. ഒരുമാതിരി പൊന്നു പോലെ മോളെ നോക്കുന്ന കണക്കൊക്കെയാണ്. പുറത്തേക്ക് വരുമ്പം ഞാൻ ബൾക്കായിട്ട് ഒരു എമൗണ്ട് തരാം, അതുവരെ എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ തന്നെ വിളിക്കാന്ന് പറയുന്നു. പറ്റിക്കരുത് എന്ന് അച്ഛൻ. പറ്റിക്കുവാണെങ്കിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞാൻ തന്നെ ഒരു മടിയുമില്ലാതെ ചെയ്തു തരും എന്ന്. അമ്പോ എൻ്റെ മോള് ഭയങ്കരമായിട്ട് വളർന്നു എന്ന് പറഞ്ഞ് തലോടിയിട്ടൊക്കെയാണ് പോകുന്നത്. സോക്കോൾഡ് ഡാഡി അവിടുന്ന് ഹാപ്പി ആയിട്ട് പോയതും അവള് നേരെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് പോയിട്ട് ഹീറോയെ കാണണമെന്ന് പറയുന്നു. വിക്ടിം കുറ്റവാളിനെ കാണുന്നത് ശരിയില്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഞങ്ങള് പണ്ട് മുതലേ ബ്രദർ ആൻഡ് സിസ്റ്റർ കണക്ക് നിന്നതാണ്, ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചോദിക്കുമ്പം പുള്ളിയെ സമ്മതിക്കുന്നുണ്ട്. നേരെ യുഞ്ചന്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കേസിൽ കുറച്ച് ദിവസമോ 2-3 വർഷമോ മാത്രം ജയിലിലിട്ടിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല, നീ വെറുതെ ഹീറോ കളിക്കുന്ന നിർത്തിയിട്ട് പോവാ നോക്ക്, ഞാനത് ഹാൻഡിൽ ചെയ്തോളാന്ന് നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്ന് കുറച്ച് ടെററായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവള് അങ്ങനെയാണെങ്കിൽ നീ ആ കല്ല് വെച്ചിട്ട് അവനെ അടിക്കണമായിരുന്നു, നിന്നെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് നീ അല്ല ഇത് ചെയ്യാനുള്ള ആള്, അതുകൊണ്ട് ഇതിന്ന് വിട്ടു നിന്നേക്ക്
എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അവനൊരുമാതിരി പ്രാന്ത് പിടിച്ച പോലെ നിൽക്കുന്നതും കാണിച്ച് ഈ ഒരു പാർട്ട് ഇവിടെ കഴിയാണ്.